വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലാണെങ്കിൽ കാർത്തിക് അങ്ങനെ സത്യങ്ങളൊക്കെ ശാലിനിയോട് തുറന്നു പറയാനായിട്ട് ഒരുങ്ങുകയാണ്. ശാലിനി എൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും കല്യാണം എന്നിങ്ങനെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും പറഞ്ഞിട്ട് ബാക്കി പറയാനായിട്ട് തുടങ്ങുമ്പോൾ ആ ദൂരെ നിൽക്കുന്ന ജയശങ്കറിനെ കാർത്തിക് കാണുകയാണ്. ജയശങ്കർ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് ഒരു നിമിഷം അങ്ങ് ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാർത്തിക് പെട്ടെന്ന് തിരിഞ്ഞങ്ങ് ഓടുകയാണ്. എന്നിട്ട് ആ മറു സൈഡിലെ പ്രദക്ഷിണ വഴിയിലൂടെ കാർത്തിക് അങ്ങ് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ശാലിനി അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് ജയശങ്കർ ആണെങ്കിൽ ഓടി ഇങ്ങനെ ഇവിടെ കാർത്തികയുടെയും ശാലിനിയുടെയും അടുത്തേക്ക് വരുമ്പോഴേക്കും ആ രണ്ടുപേരും ആ വഴിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരാളുടെ മേൽപോട്ട് തട്ടുന്നുണ്ട്. എന്നിട്ട് ജയശങ്കർ അങ്ങ് താഴെ വീഴുകയാണ്. തുടർന്ന് അയാളങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ ദേഹത്ത് എന്തിനാ തട്ടിയത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജയശങ്കർ പറയുന്നുണ്ട് അറിയാതെ തട്ടിയതാണ്, സോറി ഏട്ടാ, അല്ല എന്നെ വിട് ഏട്ടാന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദേഹത്തിടിച്ചതിന് സോറി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്ന് പറയുകയാണ്. തുടർന്ന് സോറി എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ജയശങ്കർ ഇനി വരുമ്പോഴത്തേക്കും ശാലിനിയുടെ അടുത്ത് നിന്നും കാർത്തിക ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നും അങ്ങ് ഓടിപ്പോയിരുന്നു. ഓടി ഒരു വേറെ സ്ഥലത്തേക്ക് പോയി മറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇതെല്ലാം അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാർത്തിക പോയ വഴിയെ കുറച്ച് ദൂരം ജയശങ്കർ പോകുന്നുണ്ട്. അതിനുശേഷം തിരിഞ്ഞ് വന്ന് ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഫോണിലെ ഫോട്ടോ, കാർത്തികയുടെ ഫോട്ടോ എടുത്തിട്ട് ദേ ഈ കുട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്കും ശാലിനിക്ക് ഫോൺ വരികയാണ്. അന്നേരം ശാരദാമ്മയാണ് വിളിക്കുന്നത്. ആ അമ്മയെ ഞാൻ അമ്പലത്തിലാണ്, ദേ ഇപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ശാലിനി അങ്ങ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങ് മറുവശത്തൂടെ അങ്ങ് അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അവിടത്തേക്ക് പോവുകയാണ്. തുടർന്ന് ജയശങ്കർ അവിടെ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കാർത്തികയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അതിനുശേഷം ജയശങ്കർ വേറൊരു അമ്പലത്തിൻ്റെ മറു സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഈ കാർത്തികയുടെ പോലെ ധരിച്ചിരുന്ന അതേപോലെ ചുമന്ന ചുരിദാറൊക്കെ ഇട്ട് വേറൊരു പെൺകുട്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന കാണുകയാണ്. അന്നേരം ഇവളെ ഞാൻ വിടില്ല, എടീ നിന്നെ ഞാൻ എന്നും പറഞ്ഞാൽ പെൺകുട്ടിയെ ചെന്ന് തോളിലൂടെ പിടിക്കുകയാണ്. ഞാൻ തിരിയുമ്പോൾ അത് കാർത്തിക ആയിരുന്നില്ല, വേറൊരു കുട്ടിയായിരുന്നു. അന്നേരം ഈ കുട്ടി അങ്ങ് പേടിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ ജയശങ്കർ തള്ളിയിട്ട ആളുണ്ടല്ലോ, അയാൾ ഇങ്ങോട്ട് ഓടി വരികയാണ്. അന്നേരം ഇയാൾ എന്നെ കയറി പിടിച്ചു എന്നിങ്ങനെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അന്നേരം എന്നെ തള്ളിയിട്ടതും പോരെ എൻ്റെ ഭാര്യയെ കയറി പിടിക്കുന്നുവെന്നും പറഞ്ഞ് ഇയാൾ ചൂടാവുകയാണ്. അയാളുടെ ഭാര്യയായിരുന്നു ഇവിടെ നിന്നിരുന്നത്. അന്നേരം അറിയാതെയാണെന്ന് പറയുമ്പോൾ നിൻ്റെ വഷളത്തരം ഞാൻ ഇപ്പോൾ മാറ്റിത്തരാടാന്നും പറഞ്ഞ് ജയശങ്കറിനെ പിടിച്ചുകൊണ്ട് അയാൾ ആ മറു സൈഡിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം ശാലിനി ആണെങ്കിൽ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ കാർത്തികയുടെയും വിഷ്ണുവേട്ടൻ്റെയും വിവാഹം നടന്നിട്ടില്ല, എന്തൊക്കെയോ രഹസ്യങ്ങളിൽ അവളിലുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിങ്ങനെ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തിരുമേനി പ്രസാദമൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ മോളെ മനമുരുകിയുള്ള പ്രാർത്ഥനയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മഹാദേവനല്ലേ ആശ്രയം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മഹാദേവൻ തന്നെയാണ് ആശ്രയം, എല്ലാം തിരികെ കിട്ടും. പ്രത്യേകിച്ച് ഈ ദമ്പതി പൂജയുള്ള ദിവസമായതിനാൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുക തന്നെ ചെയ്യും, സ്നേഹിക്കുന്നവർ തമ്മിൽ അകലില്ല എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് തിരുമേനിയോട് ശാലിനി ചോദിക്കുന്നുണ്ട് വിഷ്ണു എന്നുള്ള പേരിൽ വേറെ ഏതെങ്കിലും പൂജ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മോളല്ലാതെ വേറെ ആരും തന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരവും ശാലിനി മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പോൾ കാർത്തിക വന്നത് ദമ്പതി പൂജയ്ക്കല്ല, വേറെ എന്തിനും ആണെന്നുള്ളത്. തുടർന്ന് ഞാനിപ്പോൾ വിഷ്ണുവിനെ അന്വേഷിച്ചിറങ്ങിയതല്ല, ഒരു ഹർഷനെയാണെന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ മറു സൈഡിൽ നിന്ന് കാർത്തിക ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഇതൊക്കെ കാർത്തിക ജയശങ്കർ കാണുമെന്നുള്ളത് കൊണ്ട് മുമ്പിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. അന്നേരം ഹർഷനോ എന്ന് പറഞ്ഞിങ്ങനെ ശാലിനി ഓർക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് പ്രസാദം വാങ്ങിക്കാതെ പോയല്ലോ, ഇപ്പോൾ പ്രദക്ഷിണം വെച്ച് വരാമെന്ന് പറഞ്ഞതാണെന്നൊക്കെ തിരുമേനി പറയുകയാണ്. അന്നേരം ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം വന്ന് കാണും, വീട്ടിലേക്ക് പോയി കാണുമെന്ന് പറയുമ്പോൾ പ്രസാദം വാങ്ങിക്കാതിരുന്നാൽ അതൊരു വലിയ സങ്കടമാണ്, അന്യദേശവാസവും കണ്ണീരും ഒക്കെയാണ് ഫലം എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക അങ്ങ് പേടിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് പ്രസാദം ആരെങ്കിലും വാങ്ങിച്ചാൽ പോരെയെന്ന്. അന്നേരം അത് മതി, അമ്പലത്തിൽ വെക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി തിരുമേനി ഇങ്ങ് തന്നോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി ആ ഹർഷൻ്റെ പ്രസാദം വാങ്ങുന്നുണ്ട്. തുടർന്ന് മോൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് തിരുമേനി അനുഗ്രഹിച്ചിട്ട് അങ്ങകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിൽ അകലാനായിട്ട് പാടില്ല, ഹർഷനെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് അനുവദിക്കണേ, എൻ്റെ വിഷ്ണുവേട്ടനെ എനിക്ക് തന്നെ ലഭിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കാണുന്ന കാർത്തികയാണെങ്കിൽ മനസ്സിൽ കരുതുകയാണ് ഇത്രയും നല്ല മനസ്സിനുടമയായ ശാലിനി, നിനക്ക് നിൻ്റെ വിഷ്ണുവേട്ടനെ എത്രയും പെട്ടെന്ന് ഞാൻ മടക്കി തരും, നിന്നെ ഈ സങ്കടത്തിൽ നിന്നൊക്കെ കരകയറ്റും എന്നൊക്കെ ഈ കാർത്തികയാണെങ്കിൽ കരുതുന്നുണ്ട്. തുടർന്ന് കാർത്തികയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മധുശ്രീ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം മധുശ്രീയാണ് ഇന്നലെ ഞങ്ങൾ പരിചയപ്പെട്ടില്ലേ എന്നൊക്കെ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഓർമ്മയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കാർത്തിക മനസ്സിൽ കരുതുന്നുണ്ട് മധുശ്രീ ആപത്താണ്, അതവളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തായാലും എനിക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും വിളിക്കുന്നത്, അവളെ അടുപ്പിക്കാനേ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താ മധുശ്രീ ചോദിക്കുന്നുണ്ട് എന്താ കാർത്തികയെ സംസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അല്പം തിരക്കിലാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ കാർത്തികയ്ക്ക് സംസാരിക്കാൻ പോലും
സമയമില്ല എന്നാണ് പറയുന്നതല്ലേ. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ കാർത്തികയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഈ സ്പോട്ടിൽ ഇപ്പോൾ എത്തും എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. അന്നേരം അതെന്താ മധുശ്രീ ഒരു ഭീഷണിയുടെ സ്വരം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നു. ആ ചെറുപ്പക്കാരനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേര് ജയശങ്കർ എന്ന് പറയുമ്പോൾ കാർത്തികേയ ആകെ ഷോക്കാവുകയാണ്. സംഭവം മധുശ്രീക്ക് പിടികിട്ടി എന്നുള്ളത് കാർത്തികയ്ക്ക് മനസ്സിലാവുകയാണ്. നിശ്ചയപന്തലിൽ നിന്നും തന്നെ കബളിപ്പിച്ച് മുങ്ങിയ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ജയശങ്കർ എന്നെ കാണിച്ചു. അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തിന് കാർത്തികയുടെ മുഖഛായ ഉണ്ടോ എന്നൊരു സംശയം. നമ്പരൊക്കെ എനിക്ക് തന്നിട്ടാണ് പോയത്. ഞാൻ എന്തായാലും ജയശങ്കറിനെ വിളിച്ച് ഈ ഒരു സംശയം ഒന്ന് പങ്കുവെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല കാർത്തികയ്ക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ലല്ലോ, ശരി ഞാൻ ഫോൺ വെക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് മധുശ്രീ ഇങ്ങനെ ഫോൺ വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ അയ്യോ മധുശ്രീ ഫോൺ വെക്കല്ലേ എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. തുടർന്ന് എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുന്നുണ്ട്. അല്ല മധുശ്രീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ പാർക്കിലുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് മധുശ്രീ. അന്നേരം എനിക്ക് അങ്ങോട്ട് വരാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ തിരക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. മധുശ്രീ കളിയാക്കിയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അന്നേരം ഒരു തിരക്കുമില്ല, അതിനിടയ്ക്ക് ആരെങ്കിലും വിളിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കാർത്തിക. അന്നേരം 20 മിനിറ്റാണ് നിനക്ക് അനുവദിച്ചിരിക്കുന്ന സമയം, അതിനുള്ളിൽ നീ ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിളിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞ് മധുശ്രീ അങ്ങ് ഫോൺ കട്ടാക്കുകയാണ്. തുടർന്ന് മധുശ്രീ കരുതുന്നുണ്ട്, ഒരു ദിവസമെങ്കിലും സത്യഭാമയുടെ തോളത്തിരുന്നു കൊണ്ട് എന്നെ ചവിട്ടിയവളല്ലേ നീ, നിന്നെ ആ കൊട്ടാരത്തിൽ നിന്നും എലിയെ പുറത്ത് ചാടിക്കുന്നത് പോലെ ഈ മധുശ്രീ പുറത്ത് ചാടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് മധുശ്രീ അവിടെ കാർത്തികയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുടർന്ന് മധുശ്രീയുടെ അടുത്തേക്ക് കാർത്തിക എത്തുന്നുണ്ട്. അന്നേരം ജയശങ്കറിനെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ജയശങ്കറിനെ മാത്രമല്ല അച്ഛനെയും അമ്മയെയും നിൻ്റെ അച്ഛനെയും അമ്മയും എല്ലാവരെയും അറിയാം. ജയശങ്കറിനെ ചതിച്ച പെൺകുട്ടിയെയും അറിയാം. വിവാഹ നിശ്ചയ ചടങ്ങിൽ നിന്നും നീ ഓടിപ്പോയത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യം പറയാനായിട്ട് കാർത്തിക അവിടെ ആദ്യം തയ്യാറാവുന്നില്ല. തുടർന്ന് അല്ലെങ്കിൽ എനിക്ക് സത്യാമ്മയുടെ ഡ്രോയറിൽ ഒരു പിസ്റ്റൺ ഇരിപ്പുണ്ട്, അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. മറ്റെന്തും സത്യാമ്മ ചതിക്കും, പക്ഷെ കള്ളം പറയുന്നത് മാത്രം സത്യാമ്മ ചതിക്കില്ല. അപ്പോൾ നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ സത്യാമ്മയുടെ ഒരൊറ്റ ഫോൺ കോൾ മതി വിളിച്ച് പറയട്ടെ. അപ്പോൾ പിസ്റ്റൺ കാണാനുള്ള അവസരം നിനക്ക് എന്തായാലും ഉണ്ടാകും, നിൻ്റെ ഇത് സത്യാമ്മ തന്നെ തീർത്തോളൂ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം വിളിക്കരുത് എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. എങ്കിൽ സത്യങ്ങൾ എന്നോട് പറയാൻ പറയുമ്പോൾ അവിടെ ഗത്യന്തരമില്ലാതെ കാർത്തിക ഉണ്ടായ സംഭവങ്ങളെല്ലാം മധുശ്രീയോട് അവിടെ തുറന്ന് സമ്മതിക്കുകയാണ്. ആ പാറക്കെട്ടിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയതും പിന്നീട് കാര്യങ്ങളൊക്കെ വിഷ്ണുവും കാർത്തികയും തമ്മിൽ പറഞ്ഞതും വിവാഹ നാടകം എന്നുള്ളത്. അന്നേരം താലിയും കല്യാണവും സിന്ദൂരും ഒക്കെ ഒരു നാടകമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നിട്ടില്ല അല്ലേ എന്നിങ്ങനെ മധുശ്രീ ചോദിക്കുന്നുണ്ട്. അന്നേരം നടന്നിട്ടില്ല, എനിക്ക് ഹർഷനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം മധുശ്രീ പറയുകയാണ്, അപ്പോൾ നാടകമൊക്കെ കൊള്ളാം, കർട്ടൻ വീഴുമ്പോൾ നിനക്ക് ഹർഷനും സ്വന്തം, ശാലിനിക്ക് വിഷ്ണുവും സ്വന്തം, അപ്പോൾ ഈ മധുശ്രീക്ക് ഇവിടെ എന്താ റോള് എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് കാർത്തിക അവിടെ സമ്മതിക്കുന്നുണ്ട്, മധുശ്രീക്ക് വിഷ്ണുവേട്ടനെ ഇഷ്ടമല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ഹർഷനോടൊപ്പം പോയി കഴിഞ്ഞാലും നിനക്ക് വിഷ്ണുവേട്ടനെ കിട്ടാനായിട്ട് എന്തെങ്കിലും നീക്കം നടത്തിയാൽ ഞാൻ അതിനെ അനുകൂലിക്കാം എന്നിങ്ങനെ പറയുകയാണ്. കാർത്തിക വിചാരിക്കുന്നത് മധുശ്രീക്ക് വിഷ്ണുവിനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ മധുശ്രീക്ക് അങ്ങനെയൊന്നുമില്ല. മധുശ്രീ അങ്ങ് കാർത്തികയെ കളിയാക്കുകയാണ്. നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? നീ ഈ ലോകം എത്ര കണ്ടിട്ടുണ്ട്? നീ പറയുന്നതിനേക്കാളും 1000 മടങ്ങ് ഈ ലോകം ഈ മധുശ്രീ കണ്ടിട്ടുണ്ട്. പഞ്ചാബിയും സർദാർജി മുതൽ അങ്ങ് നീഗ്രോ, ആഫ്രിക്കൻ നീഗ്രോ, അമേരിക്കൻ പൗരന്മാർ വരെ, അങ്ങനെയുള്ളവർ വരെ ഈ മധുശ്രീയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ വിഷ്ണു ആരാ? അവൻ അത്രയ്ക്ക് കാമദേവനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും മൂക്കും കുത്തി വീഴുമ്പോഴോ പിടിച്ചു കിട്ടാനുള്ള ഒരു മുതൽ അത്രയും ഞാൻ വിഷ്ണുവിൽ കാണുന്നുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കാർത്തിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ വിവാഹ നിശ്ചയ മോതിരം എങ്ങനെയും വിഷ്ണുവിനെ കൊണ്ട് അണിയിക്കുമെന്നൊക്കെ പറഞ്ഞ് ശപഥം എടുത്തതോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് പ്രതികാരം ശാലിനിയോടാണ്. നിനക്ക് ഈ വിഷ്ണു പറഞ്ഞു പൊലിപ്പിച്ച കിരീടം ഒക്കെ ചാർത്തിയ ശാലിനിയെക്കുറിച്ചുള്ള കഥകൾ മാത്രമല്ലേ അറിയൂ? അതിന് മുന്നേ ഉള്ളൊരു ശാലിനിയുണ്ട്. IAS കിട്ടുന്നതിന് മുമ്പേ എൻ്റെ ജീവിതം തകർത്തത് ശാലിനിയാണ്. പക്ഷേ അവളുടെ പ്രതികാരത്തിനാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അവളുടെ കയ്യിലുള്ള പദവി അതിപ്പോൾ എനിക്ക് എത്തിപ്പെടുക്കാനും പറ്റാത്തതാണ്. അപ്പോൾ ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് അവളെ വലിച്ച് താഴെ ഇടുക, അത് മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളൊരു പടി മാത്രമാണ് വിഷ്ണു എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അപ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്നിങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട്. അന്നേരം നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ടല്ലേ നാട്ടുകാരുടെ മുമ്പിലൊക്കെ നീ ഇപ്പോൾ നിൽക്കുന്നത്, അതേപോലെ അങ്ങ് തുടർന്നാൽ
മതി. എല്ലാ കാര്യത്തിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നീ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് എന്നുള്ളത് ശാലിനിക്ക് ബോധ്യപ്പെടണം. പിന്നെ ശാലിനിയും വിഷ്ണുവും തമ്മിൽ കാണാനുള്ള ഒരവസരവും നീ ഉണ്ടാക്കരുത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയൊരു ചതി ഞാൻ ശാലിനിയോട് ചെയ്യുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചതി അല്ലേ, ആരെങ്കിലും ഈ ലോകത്ത് ചതിച്ചേ മതിയാവൂ, നീ സത്യാമ്മയോട് ചെയ്യുന്നത് ചതിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ഫോൺ കോൾ മതി, ഇപ്പോൾ സത്യാമ്മയെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് മധുശ്രീ ആണെങ്കിൽ അങ്ങ് കാർത്തികയെ അങ്ങ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ കാർത്തിക അവിടെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, മധുശ്രീ പറയുന്നത് പോലെ ചെയ്യാം എന്നവിടെ സമ്മതിക്കുകയാണ്. ഇത്രയും ആകുമ്പോഴത്തേക്ക് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മധുശ്രീ കീഴടക്കുന്ന ഒരു പാവ പോലെയാണ് അവിടെ കാർത്തിക പ്രവർത്തിക്കുന്നതൊക്കെ. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരുന്നത്. പക്ഷേ ഈ കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും കള്ളത്തരമൊക്കെ ശ്യാമ കണ്ടുപിടിക്കും. അതിനുശേഷം ശ്യാമ ശാലിനിയെ അറിയിക്കുകയൊക്കെ ചെയ്യും. അതിനു മുന്നേ ശാലിനിയും ഇവരുടെ രഹസ്യം കണ്ടുപിടിക്കാനൊക്കെ ഇറങ്ങും. അതൊക്കെ നല്ല നല്ല എപ്പിസോഡുകളാണ് വരുന്നത്. അതിനു മുന്നേ വിഷ്ണു രഹസ്യങ്ങളൊക്കെ കണ്ടെത്തും. അതൊക്കെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ്. അതൊക്കെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്